ആലു എത്തിട്ടോ. ഇതാണ് This is kochimachan and welcome back to another vlog. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ പുതിയ വണ്ടി എടുക്കാൻ ഇറങ്ങിയേക്കുന്നത്. ഞാനുണ്ട്, നമ്മുടെ ടോണി കൂട്ടനുണ്ട് ആൻഡ് ടോണിയുടെ 390 അഡ്വഞ്ചർ എടുത്തിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്ത് പോവുകയാണ്. അങ്ങനെ നമ്മുടെ 4ാമത്തെ വണ്ടിയല്ലേ നമ്മൾ പിന്നെ എടുക്കുകയാണ്. ഞാൻ ഇൻസ്റ്റയിലിട്ടുണ്ടായി കുറേ പേര് ഗസ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ബട്ട് അല്ലാത്തവരും എല്ലാവരും ഇപ്പോൾ RC 390 ആണല്ലോ എടുക്കുന്നത്, അതാണല്ലോ ട്രെൻഡ്. പക്ഷെ നമ്മൾ അതാണോ അല്ലെന്ന് പയ്യെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്ത് നമ്മളങ്ങനെ നമ്മുടെ ആലു എത്തിട്ടോ. ഇതാണ് ഇതല്ല നമ്മുടെ ഷോറൂം. ആ കാണുന്നതാണ് നമ്മുടെ ഷോറൂം. നമ്മൾ വന്നിരിക്കുന്നത് ഹീറോ മെഗാ മോട്ടോഴ്സിലേക്കാട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ ഡെലിവറി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ലേ ഏതാ വണ്ടിന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ മെഗാ മോട്ടോഴ്സിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ടീംസ് എല്ലാം ഇവിടെ ഓരോന്നായിട്ട് വന്നിട്ടുണ്ട്. നോക്കിയേ, അരുൺ ഉല്ലാസ് ഓൺ ക്യാമറ, നിഹാദ് ഉട്ടൻ, യാസിൻ ദ മെയിൻ എക്സ്പൾസ് ഓണർ. പിന്നെ അവിടെ ഒരാൾ സുജടാ വിളിച്ചെന്താ നിരഞ്ജൻ മോനെ. പിന്നെ അതെ നമ്മുടെ MJ ദ ക്രിയേറ്റർ ആള് വന്നിട്ടുണ്ട്. ആളും നമ്മുടെ ഡെലിവറിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം. നമ്മൾ അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ഡെലിവറി പരിപാടികളും കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഈ വണ്ടി ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ അർജുൻ അല്ലേ പേര്? യെസ്. അപ്പോൾ അർജുനാണ് നമ്മളെ അതായിട്ട് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോട്ടോ. നമ്മുടെ വണ്ടിയുടെ ഫുൾ പേപ്പേഴ്സാണ്. അതായത് RC ബുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും. അല്ലാണ്ട് നമ്മുടെ ടാക്സ് അടച്ചതും പിന്നെ ഇൻഷുറൻസും പിന്നെ ഇൻവോയ്സും, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പുള്ളി കവറിലാക്കി ആ ഒരു കാര്യം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളും. എങ്ങനെ ഒപ്പിടുന്ന പരിപാടി നീ ഉണ്ടോ എവിടെയെങ്കിലും? ഉണ്ട്. ഒപ്പിടുന്ന പരിപാടി കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടൂളേ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. എന്താ സംഭവം? വണ്ടി ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇത് നമ്മുടെ ഹീറോയുടെ ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞൊരു പരിപാടി കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ റെഫറൻസ് ID ആണ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ എൻ്റെ റെഫറൻസിൽ വണ്ടി എടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണമുണ്ട്. അപ്പോൾ ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെഫറൻസ് ID വെച്ച് ഹീറോയുടെ ഏത് വണ്ടി അപ്പോൾ ഹീറോയുടെ ഏത് വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് യൂസ് ഉണ്ടാവും. അപ്പോൾ ഈ റെഫറൻസ് ID ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ. ഇതാണ് നമ്മുടെ സർവീസ് ബുക്ക് തന്നെ കേട്ടോ. ഇതിലാണ് ആ സർവീസ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കണേ. വണ്ടി എടുക്കാൻ ധൃതിയായി. ദിസ് ഈസ് ദീപക് സാർ. ആളും എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വണ്ടി എടുക്കാനും. പിന്നെ നമ്മുടെ ഷൈൻ സാർ കേട്ടോ. ഷൈൻ സാർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വണ്ടി എടുക്കുന്ന കാര്യത്തിലൊക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും കാരണമാണ് നമ്മളിപ്പോൾ ഈ വണ്ടി നമ്മൾ എടുക്കാൻ പോണത്. അപ്പം നമുക്ക് കേക്ക് കട്ടിങ് ആണോ ആദ്യം സാറേ? അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഡെലിവറി എടുക്കാം. Thank you so much. Thank you. അപ്പോൾ ഇതാട്ടോ നമ്മുടെ റെഡ് കളർ എക്സ്പൾസ് 4V. താങ്ക് യു. സോ ഗൈസ്, ദിസ് ഈസ് മൈ എക്സ്പൾസ് 4V. നമ്മുടെ അതാണ് നമ്മുടെ ഹൈലൈറ്റ്. KL43Q0200 200 നമ്മൾ നമ്പർ ബുക്ക് ചെയ്തെടുത്താണ്. നീ എടുക്കണ്ടോ?
ടോണിയുടെ ക്യാമറ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് മൈ എക്സ്പൾസ് 4V. ഇനി നമുക്ക് കുറച്ച് ട്രെയിൽസും കാര്യങ്ങളൊക്കെ പോകാം. പയ്യെ വണ്ടി പുറത്തേക്ക് ഇറക്കാം. എന്നിട്ട് ബാക്കി കഥകൾ കുറച്ചുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എൻ്റെ കേട്ടോ. So guys, first ride. അപ്പോൾ അങ്ങനെ പുതിയ വണ്ടിയായല്ലേ. ചെറിയ പരിപാടിയായിരുന്നു. ഞാൻ വലിയ പരിപാടിയായിട്ട് വെച്ചില്ല. കാര്യം വലിയ സർപ്രൈസ് ആക്കാനായിരുന്നു. കാര്യം കുറേ പേർക്ക് അറിയത്തോലില്ല ഏത് വണ്ടിയാണ് എന്താണ് ഞാൻ എടുത്തതെന്നുള്ള കാര്യമൊക്കെ. എന്തായാലും ഒന്ന് കുറച്ച് ഓടിക്കാമല്ലോ വണ്ടി. എന്തായാലും വീട്ടിലേക്ക് പോകണം. ഇന്ന് വീട്ടിലേക്ക് പോകണില്ല ഞാൻ പറഞ്ഞു. എൻ്റെ വീട്ടുകാർക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ വീട്ടുകാർക്ക് അറിയില്ല. വീട്ടുകാരെ നമ്മൾ നാളെയാണ് വണ്ടി കാണിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ എക്സ്പൾസ് എടുത്തു അല്ലേ, എന്തുകൊണ്ടാണ് ഞാനൊരു എക്സ്പൾസ് എടുത്തത്? എനിക്കൊരു അഡ്വഞ്ചർ ബൈക്ക് താല്പര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹിമാലയൻ ശരിക്കും മിസ് ചെയ്യണ്ടായി. ഹിമാലയൻ കൊടുത്തിട്ട് അന്ന് കുറച്ച് ഫണ്ടിൻ്റെ ഇഷ്യൂ വന്നപ്പോഴാണ് ഞാൻ ഹിമാലയൻ കൊടുക്കാൻ കാരണം കേട്ടോ. അപ്പോൾ ഹിമാലയൻ കൊടുത്തിട്ട് ഞാൻ മറ്റൊരു വണ്ടി നോക്കിയത് എക്സ്പൾസ് ആയിരുന്നു. കാര്യം അത് എനിക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയായിരുന്നു. കാര്യം ആ ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു 1.4 1.5 താഴെയായിരുന്നു എക്സ്പൾസ് നമ്മുടെ 2V നോർമൽ ഫസ്റ്റ് ഇറങ്ങിയ കാർബറേറ്റർ എക്സ്പൾസിൻ്റെ റേറ്റ്. അപ്പോൾ അതെടുക്കാനായിരുന്നു എൻ്റെ താല്പര്യം. ബട്ട് അപ്പോഴാണ് എനിക്ക് മോജോ ഓൾമോസ്റ്റ് അതേ റേറ്റിൽ കുറച്ചും കൂടെ പൈസ ഇട്ട് എനിക്ക് മോജോ ഒരു സെക്കൻഡ് കിട്ടിയത്. പിന്നെ ഞാൻ ലോണൊക്കെ എടുക്കാൻ നോക്കിയത്. അപ്പോൾ അന്ന് ആഗ്രഹിച്ച ഒരു വണ്ടി കേട്ടോ എക്സ്പൾസ് എന്ന് വെച്ചാൽ. കാര്യം ഹിമാലയൻ്റെ ആ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് എല്ലാ കാര്യവും ഞാൻ മിസ് ചെയ്യേണ്ടത്. പക്ഷേ പിന്നെയും അത്രയും റേറ്റ് കൊടുത്ത് ഒരു ഹിമാലയൻ എടുക്കണോ അതോ ഒരു എക്സ്പൾസ് കുറച്ച് കുറഞ്ഞ വിലയിൽ എടുക്കണോ? എനിക്ക് ഓഫ് റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ പോകാം. അത് കൂടാണ്ട് എനിക്ക് സിറ്റിയിലും നല്ല രീതിയിൽ ഓടിക്കാം. അത്യാവശ്യം നല്ല മൈലേജും കിട്ടുമെന്നാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് ലോങ് ടേം യൂസിൽ തന്നെ നോക്കാം. പക്ഷേ വണ്ടി അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ഓടിച്ചിട്ടുണ്ട് എക്സ്പൾസ്. കുറേ ഓടിച്ചിട്ടൊക്കെ തന്നെയാണ് ഞാൻ വണ്ടി എടുത്തേക്കുന്നത്. നമ്മളത് ഫ്രണ്ട് ഇരിക്കണം നിരഞ്ജൻ്റെ കയ്യിൽ എക്സ്പൾസ് ഉണ്ട്. അതും ഞാൻ ഓടിക്കാറുണ്ട്. അപ്പോൾ സിറ്റിയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു മെയിൻ റീസൺ കേട്ടോ ഞാൻ എക്സ്പൾസ് എടുക്കാൻ. എനിക്ക് കുറച്ചൊന്ന് ഓഫ് റോഡ് പോകാനും പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ സിറ്റിയിൽ നമുക്ക് ഈ ഒരു സസ്പെൻഷനുള്ള വണ്ടി ഉള്ളത് നല്ലതാണല്ലേ നമുക്ക്. കാര്യം നമ്മുടെ സിറ്റിയിൽ എൻ്റെ ഇപ്പോൾ 790-യുടെ കോൺസെപ്റ്റ് വരെ ഇപ്പോൾ പ്രശ്നം വരുന്നുണ്ട്. ഇവിടുത്തെ ഈ കുഴിയും കട്ടറും ചാടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഓഫ് റോഡ് സസ്പെൻഷനുള്ളൊരു വണ്ടിയൊക്കെ എടുത്താൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സ്പൾസ് നോക്കി ചൂസ് ചെയ്ത് വാങ്ങിയത്. അപ്പോൾ ബ്ലോക്കിലൂടെ ഞാൻ എക്സ്പൾസ് ഓടിച്ചുകൊണ്ടിരിക്കണോ. വണ്ടി എടുക്കുമ്പോൾ തന്നെ ഫുൾ ബ്ലോക്കാണല്ലോ ഈശ്വര. അങ്ങനെ ഇനി നിങ്ങൾ കുറച്ച് എക്സ്പൾസും കാണും എൻ്റെ ഗാരേജിൽ അല്ലേ. BMW ഇപ്പോഴും വർക്ക്ഷോപ്പിലാണ്. അത് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ മോജോ ഉണ്ട് വീട്ടിൽ, നമ്മുടെ 790 ഉണ്ട് വീട്ടിൽ. പിന്നെ ഇപ്പോൾ റോണിൻ ഉണ്ട്. അത് ഞാൻ തിരിച്ചു കൊടുക്കാൻ എനിക്ക് തോന്നുന്നുള്ള റോണിൻ. എന്തിനാണല്ലേ പണ്ട് ഒരു വണ്ടി പോലും ഇല്ലാത്ത ഞാനായിരുന്നു. ഒരു വണ്ടിക്ക് വേണ്ടി കൊതിച്ച കാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറയാം ഒരു വണ്ടിക്ക് വേണ്ടി. അപ്പോൾ എനിക്ക് ഈ നിലയിലെത്താൻ എനിക്കറിയില്ല. ദാറ്റ് ഈസ് എ ഇമോഷണൽ മൂമെൻറ്റ് ഗൈസ്. കാര്യം ഒരു വണ്ടിക്ക് വേണ്ടി കൊതിച്ച കാലത്ത് ഒരു വണ്ടി ഓടിക്കാൻ നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കണു അല്ലേ. കഷ്ടപ്പെട്ട എന്തും കിട്ടും കേട്ടോ. അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. നിങ്ങൾക്കായാലും കഷ്ടപ്പെട്ട എന്തും നേടാൻ പറ്റും നമുക്ക്. അപ്പോൾ കൂടുതൽ ഇമോഷണൽ ആക്കാനുള്ള കൂടുതൽ ചളകുളമാക്കാനുള്ള നമുക്കപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. സോ താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയതും ഇനിയും എനിക്ക് എത്താൻ പറ്റുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും കഴിയുന്തോറും കൂടുതലുണ്ടാവും എനിക്കറിയാം. ഇപ്പോൾ ഓട്ടോമൊബൈൽ കണ്ടൻറ്റുകൾക്ക് ഭയങ്കര റീച്ച് കുറവാണ്. നിങ്ങൾക്ക് പിന്നെ എല്ലാ ചാനലും എടുത്ത് കണ്ടാൽ അറിയാൻ പറ്റും. റീച്ച് വളരെ കുറവാണ് ഇപ്പോൾ ഓട്ടോമൊബൈൽ കണ്ടൻറ്റിന്. ഹോപ്പ്ഫുള്ളി വിൽ കം ബാക്ക് വിത്ത് സം വെറൈറ്റി കണ്ടൻറ്റ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ഞാൻ ഈ ബ്ലോക്ക് ഒന്ന് തീർത്തോട്ടെ, എന്നിട്ട് നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യാം. ഹലോ, അതെ ആ ഹെൽമെറ്റ് ഉണ്ടൊക്കെ മനസ്സിലാക്കിയല്ലേ. ബ്രോയുടെ പേര് അറിയില്ല ബ്രോ. താങ്ക് യു, വളരെയധികം സന്തോഷമുണ്ട്. സോ കണ്ടില്ലേ, അതായത് നമ്മുടെ പുതിയ വണ്ടിയല്ലേ. അങ്ങനെ നമ്മളും ഒരു എക്സ്പൾസ് ഓണറായി. പിന്നെ എക്സ്പൾസിൻ്റെ തന്നെ അവർക്ക് Xclan എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പുതിയൊരു ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. ഹീറോ തന്നെ തുടങ്ങിയേക്കണതാണ്. അത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാട്ടോ ഞാൻ അറിഞ്ഞത് ആ കാര്യം. ഹീറോ തന്നെ തുടങ്ങിയേക്കണമെന്ന്. അപ്പോൾ Xclan എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ്ബുണ്ട്. അതിലേക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്കും എക്സ്പൾസിൻ്റെ റൈഡ്സ്, ഓഫ് റോഡ് റൈഡ്സ്, അങ്ങനത്തെ കുറേ ഇവൻറ്റ്സും കാര്യങ്ങളും എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഹീറോ തന്നെ നടത്തുന്ന പരിപാടികളായിരിക്കും. അപ്പോൾ ഇറ്റ് വിൽ ബി മോർ ഫൺ ആൻഡ് ലേണിംഗ് പ്രോസസ്സായിരിക്കും. കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും, ഓഫ് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാനും ഉണ്ടാവും. ഇനി ചില Xclan റൈഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനും ഉണ്ടാവും. ഞാനും അതിൻ്റെ ഒരു ഭാഗമായി മാറും. ഓബ്വിയസ്ലി ഞാനും ഒരു എക്സ്പൾസ് ഓണർ ആയതുകൊണ്ട്. സോ കണ്ടില്ലേ, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെർഗെറ്റ് ലൈക്ക്, സബ്സ്ക്രൈബ്, ചാനൽ ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ലിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. അത്രേ ഉള്ളൂ.
എന്താണ് താഴത്തേക്ക് ചാടാനാണാ? എടാ അവൻ ഭ്രാന്തനാട്ടാ, അവൻ ഭ്രാന്തനാ, വണ്ടിയൊക്കെ എടുത്ത് എറിയും. ഓ ഫുൾ എക്സ്പൾസ് ടീംസാണ്. ഈ ഓട്ടോക്കാരൊന്നും മാറിയാ അങ്ങ് അറ്റെത്താൻ പറ്റും. ചേട്ടാ ഒന്ന് ഓട്ടോ ചേട്ടാ. കണ്ട, ആ ഓട്ടോ ചേട്ടൻ നേരത്തെ മാറിയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോയായിരുന്നു. ഏറ്റവും ഇളയ ആൾക്കാർക്ക് കൊടുക്കാം. അതെ 35 വയസ്സായി, പറഞ്ഞവർക്ക് കൊടുക്കല്ലേ 30. ഓക്കെ, ഇനി ഈ കീട്ട് ഞാൻ തുറന്നോട്ടെ. അപ്പോൾ ചാവി ഇട്ടിട്ടുണ്ട്. താങ്ക് യു. ആ വാ ടോണി. ഹലോ. ആ റെക്കോർഡ് ചെയ്യണല്ലേ?